ഷലോം, ഞാൻ റീന ഫ്രാൻസിസ് യെരുശലേമിൽ നിന്നും. എക്സാക്കോസ് എക്സിദ എക്സി എന്നാണ് അതിന് പറയുന്ന പേര്. ഓക്കെ, അതായത് വെളിപ്പാട് പുസ്തകം അതിന്റെ 13-ാം അധ്യായം 18-ാം വാക്യം, അതിനകത്ത് അതായത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ കണക്കുകൂട്ടട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് 666 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ 666 ആണ് എന്ന് പറയുമ്പോഴത്തേക്കും ആളുകൾ ചിന്തിക്കും 666 എന്നുള്ള രീതിയിലാണ് ആളുകൾ ചിന്തിക്കുന്നത്. പക്ഷേ അത് ഗ്രീക്കിൽ എഴുതിയിരിക്കുന്നത് എക്സാക്കോസ് എക്സിദ എക്സി എന്ന് പറഞ്ഞിട്ടാണ്. 666 എന്ന് പറയുന്നതിനെ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ആ ഗ്രീക്കിൽ എഴുതിയിരിക്കുന്നതിനെ നിങ്ങൾ അറബിക്കിൽ പോയാൽ, അതായത് ഗ്രീക്കിൽ എഴുതിയിരിക്കുന്ന അതേ വേർഡിനെ നിങ്ങൾ അറബിക്കിൽ ട്രാൻസ്ലേഷൻ ചെയ്താൽ ബിസ്മില്ലാ ഇൻ ദ നെയിം ഓഫ് ദ അള്ളാ എന്ന് കിട്ടും. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണം. അതായത് ഞാനിപ്പോ പറഞ്ഞിരിക്കുന്ന കാര്യം ഈ 666 എന്ന് ഗ്രീക്കിൽ എഴുത്തിലാണ് എഴുതിയിരിക്കുന്നത്, അത് വേർഡിലാണ് എഴുതിയിരിക്കുന്നത്. നമ്മൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോഴാണ് 666 എന്ന സംഖ്യയിലോട്ട് എഴുതിയിരിക്കുന്നത്. പക്ഷെ 2000 വർഷങ്ങൾക്ക് മുൻപ് ഗ്രീക്കിൽ എഴുതിയപ്പോൾ സംഖ്യയിൽ 666 എന്നല്ല എഴുതിയിരിക്കുന്നത്, പിന്നെയോ അത് വേർഡിലാണ് എഴുതിയിരിക്കുന്നത്, എക്സാക്കോസ് എക്സിദ എക്സി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് അങ്ങനെ പറയുമ്പോൾ അത് അറബിക്കിലോട്ട് നിങ്ങൾ ട്രാൻസ്ലേഷൻ ചെയ്തു കഴിഞ്ഞാൽ അത് ബിസ്മില്ലാ ഇൻ ദ നെയിം ഓഫ് അള്ളാ എന്നാണ് വരുന്നത്. അപ്പോൾ ഇൻ ദ നെയിം ഓഫ് അള്ളാ ബിസ്മില്ലാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 666. അപ്പോൾ ഇപ്പോൾ മനസ്സിലായി ഈ സാത്താൻ ആരാണെന്ന് പറഞ്ഞിട്ട്. ഈ പന്ന സാത്താൻ ആരാണെന്ന് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന സാത്താൻ ആരാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിഞ്ഞോ? ഈ പാസ്റ്റർമാരും പുരോഹിതന്മാരും ഇവരെല്ലാവരും വിവരക്കേടുള്ളവര്, അതായത് ബുദ്ധി തെളിയാത്തവര്. അവിടെ ബുദ്ധി കൊണ്ട് ആവശ്യം, ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം എന്ന് വചനത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഈ ബുദ്ധിയും ജ്ഞാനവും ഇല്ലാത്ത ഈ പാസ്റ്റർ പൊട്ടന്മാരും ഈ പുരോഹിതന്മാരും ട്രംപിനെ തിരക്കിയും പോപ്പിനെ തിരക്കിയും അവരെ തിരക്കിയും ഇവരെ തിരക്കിയും കറങ്ങി നടക്കുകയാണ്. പക്ഷെ പിശാച് വളരെ ബുദ്ധിപരമായി, വളരെ തന്ത്രപരമായിട്ട് അവൻ AD 600-കളിലേ വെളിപ്പെട്ടു. ദൈവവചനം പറയുന്ന വ്യക്തമായ രീതിയിൽ തന്നെ അവൻ AD 600-കളിൽ വെളിപ്പെട്ടത് കൊണ്ടാണ് 666 എന്ന് നിങ്ങൾ അക്ഷരത്തിൽ തിരക്കി സംഖ്യയിൽ തിരക്കി നടക്കുമ്പോൾ അത് അക്ഷരത്തിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത് ഗ്രീക്കില്. ആ ഗ്രീക്കിനെ നിങ്ങൾ അറബിക്കിൽ അതേപോലെ ട്രാൻസ്ലേഷൻ ചെയ്താൽ, അതല്ല അറബിക്ക് എന്താണോ ഗ്രീക്കിൽ എഴുതിയിരിക്കുന്നത് അത് അറബിക്ക് വേടം കൂടിയാണ്. ആ ഗ്രീക്കിൽ എങ്ങനെ എഴുതിയിരിക്കുന്നോ അതേ സാധനം തന്നെയാണ് അറബിക്കിൽ എഴുതിയിരിക്കുന്നത്. പക്ഷെ അത് എഴുതിയിരിക്കുന്നത് ബിസ്മില്ലാ ഇൻ ദ നെയിം ഓഫ് അള്ളാ, അള്ളാന്റെ നാമം എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അതൊരു മനുഷ്യന്റെ പേര്, ഒരുവന്റെ സംഖ്യ എത്രേ, അത് മനുഷ്യന്റെ പേരത്രേ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ഇപ്പം ഞാൻ തെളിയിച്ചു തരാം നിങ്ങൾക്ക്. പിടികിട്ടിയോ? അത് ഒരു മനുഷ്യന്റെ സംഖ്യ എത്രേ. ഈ മനുഷ്യൻ ആരാണ്? അതായത് അള്ളാ എന്ന് പറയുന്ന ദൈവത്തെ മുഹമ്മദ് എന്ന് പറയുന്ന ഒരുവനിലൂടെയാണ് വെളിപ്പെടുത്തി കാണിച്ചത്. അല്ലാതെ അള്ളാ എന്ന് പറയുന്ന ദൈവത്തെ ആർക്കും അറിയത്തില്ലായിരുന്നു. മുഹമ്മദ് എന്ന് പറയുന്ന ഒരുത്തനിലൂടെയാണ് ഈ അള്ളാ എന്ന് പറയുന്ന ദൈവത്തെ ഇവർ വെളിപ്പെടുത്തി കാണിച്ചത്. അപ്പോൾ സാക്ഷാൽ സാത്താൻ തന്നെ അവിടെ വെളിപ്പെട്ടു എന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതൊന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് 786 എന്ന് പറയുന്നത് ഇസ്ലാമിക രീതി അനുസരിച്ച് അവരുടെ പേരാണ്. അതായത് അവിടെ ദൈവത്തിന്റെ നാമമാണ്. ബിസ്മില്ലാ എന്ന് പറഞ്ഞാൽ 786 ഇൻ ദ നെയിം ഓഫ് ദ അള്ളാ. 786 എന്ന് പറയുന്നത് എന്താ പറയുന്ന ഈ അവരുടെ സംഖ്യയാണ്. ആരുടെ? ഇസ്ലാമിസ്റ്റുകളുടെ. അതുകൊണ്ടാണ് ആ സംഖ്യയിൽ മറിഞ്ഞിരിക്കുകയാണ്. കർത്താവ് സംഖ്യയുടെ കളിയിട്ടാണ് പഠിപ്പിച്ചിരിക്കുന്നത്. കാരണം ഇവൻ യേശുവ പറഞ്ഞൊരു കാര്യം, അവൻ എന്റെ നാമം എടുത്തു വരും. ശ്രദ്ധിച്ചു കേട്ടോണം ഞാൻ ഈ പറയുന്ന കാര്യം. അവൻ എന്റെ നാമം എടുത്തു വരും എന്ന് പറഞ്ഞു. അപ്പോൾ പിശാച് ദൈവത്തിന്റെ നാമം എടുത്തു വരുമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ നാമം എങ്ങനെ പിശാച് എടുത്തു? എങ്ങനെ അവൻ എടുക്കാൻ പറ്റി? കർത്താവിന്റെ നാമം ഏത് രീതിയിലാണ് അവൻ എടുത്തിരിക്കുന്നത്? എങ്ങനെയാണ് അവൻ എടുത്തിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 786 എന്ന് പറയുന്ന ഈ മുസ്ലിങ്ങൾ ഉപയോഗിക്കുന്ന തള്ളാഹുവിന്റെ ബിസ്മില്ലാ പറയുന്ന ആ നാമത്തിന് അർത്ഥം എന്താണെന്ന് അറിയാമോ? ഹീബ്രുവില്, എബ്രായ ഭാഷയിൽ ആ നാമത്തിന്റെ അർത്ഥം യേശുവ എന്നാണ്.
പിടികിട്ടിയോ നിങ്ങൾക്ക്? ആ യേശുവ എന്നുള്ള നാമത്തിന്റെ സംഖ്യയായിരിക്കുന്ന 786 എന്നുള്ള സംഖ്യ എടുത്തിട്ടാണ് അവന്റെ നാമമായി അവൻ വെളിപ്പെട്ടു വന്നിരിക്കുന്ന സാത്താൻ. അപ്പോൾ അവൻ അപ്പം ബുദ്ധിയുള്ളവർക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ആ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം, ഇവിടെ ബുദ്ധി കൊണ്ട് ആവശ്യം. ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ കണക്ക് കൂട്ടട്ടെ, ജ്ഞാനമുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ കണക്ക് കൂട്ടട്ടെ. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. സാത്താൻ വരുന്നത് ഒരു സംഖ്യയിലാണ്. അവൻ 666 ആണ്. 666 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിയുള്ളവൻ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. ആ 666 നമ്മൾ സംഖ്യയിൽ അക്കത്തിലാണ് എഴുതി വെച്ചിരിക്കുന്നത്, സംഖ്യക്കകത്ത് 666 എന്ന്. പക്ഷെ 666 എന്നല്ല, പിന്നെയോ അത് എക്സാക്കോസ് എക്സിദ എക്സ് എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡാണ്. ആ വേർഡ് അതേപോലെ നിങ്ങൾ അറബിക്കിൽ എഴുതി നോക്കിയേ. ആ വേർഡ് നിങ്ങൾ ഗ്രീക്കിലുള്ളതിനെ അതെങ്ങനെയാണോ എഴുതിയിരിക്കുന്നത് അത് തന്നെയാണ് അറബിക്കില് ഇൻ ദ നെയിം ഓഫ് ദ അള്ളാ എന്ന് എഴുതിയിരിക്കുന്നത്. നിങ്ങളത് കണ്ട് ഞെട്ടേണ്ടതാണ്. മനസ്സിലായോ? അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഞാൻ തന്നെ തെളിവ് സഹിതം കാണിച്ചു തരാം. നിങ്ങൾ നോക്ക്, ഇത് കണ്ടോ? ഈ കാണുന്നത് ഗ്രീക്കിൽ എഴുതിയിരിക്കുന്ന 666 എന്ന് പറയുന്നതാണ്. ഇതാണ് ഇൻ ദ നെയിം ഓഫ് അള്ളാ. കണ്ടോ? നിങ്ങൾ കണ്ടോ? ഈ താഴെ കാണുന്നത് ഗ്രീക്കിൽ എഴുതിയിരിക്കുന്ന 666 എന്ന് പറഞ്ഞ് ഗ്രീക്കിൽ എഴുതിയിരിക്കുന്നതാണ്. ആ മേളിൽ കാണുന്നത് നോക്കിയേ, ഇൻ ദ നെയിം ഓഫ് അള്ളാ, ബിസ്മില്ലാ, അള്ളാഹുവിന്റെ നാമം. അപ്പോൾ ഈ 666 എന്താണ്? അള്ളാഹുവിന്റെ നാമമാണ്. ഇപ്പൊ പിടികിട്ടിയോ നിങ്ങൾക്ക്? ഗ്രീക്കിൽ എങ്ങനെയാണോ 666 എഴുതിയിരിക്കുന്നത് അത് തന്നെയാണ് അറബിക്കിൽ എഴുതിയിരിക്കുന്ന ഇൻ ദ നെയിം ഓഫ് അള്ളാ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ ഈ സാത്താൻ എവിടെ കയറിയാ ഒളിഞ്ഞിരിക്കുന്നേന്ന്? ഇപ്പോഴും പാസ്റ്റർമാരുടെ വാക്കും കേട്ട്, പുരോഹിതന്മാരുടെ വാക്കും കേട്ട് ട്രംപിനെ തിരക്കും, പോപ്പിനെ തിരക്കും, അവരെ തിരക്കും, ഇവരെ തിരക്കും ഓടി സമയം കളഞ്ഞവരെ, ബുദ്ധിയില്ലാത്ത മണ്ടന്മാരെ പിശാച് കയറി ഒളിച്ചിരിക്കുന്നത് ആരുടെ നാമത്തിലാണെന്ന് നോക്കിക്കോ നിങ്ങൾ. എതിർ ക്രിസ്തു എന്ന് പറയുന്നവൻ എങ്ങനെയാ വെളിപ്പെടാൻ പോകുന്നത് നിങ്ങൾ നോക്കിക്കോ. നിങ്ങൾ 786 എന്ന് പറയുന്ന ബിസ്മില്ലാ എന്ന് പറയുന്ന അവന്റെ സംഖ്യ എന്ന് പറയുന്നത് അതിനകത്ത് അവൻ മറച്ചു വെച്ചിരിക്കുന്ന ഒരു പേരുണ്ട്. 786 എന്ന് പറയുന്ന ആ സംഖ്യക്കകത്ത് അവൻ മറച്ചു വെച്ചിരിക്കുന്ന ഒരു പേരുണ്ട്. ആ പേരാണ് ഹീബ്രു ഭാഷയിൽ പറഞ്ഞിരിക്കുന്ന യേശുവ എന്നുള്ള പേര്. കണ്ടോ? യേശുവ എന്ന് സാക്ഷാൽ കർത്താവ് എന്താ പറഞ്ഞ? അവൻ എന്റെ നാമം എടുത്തു വരും. അത് കണ്ടുപിടിക്കണമെങ്കിലും ബുദ്ധി വേണം. വിവരദോഷികൾക്കും മണ്ടന്മാർക്കും ദൈവം ഇത് വെളിപ്പെടുത്തി കൊടുക്കത്തില്ല. അന്ത്യകാലഘട്ടത്ത് ദൈവം ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു വെച്ചിട്ട് ശിശുക്കൾക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുക്കൂ എന്ന് പറഞ്ഞത് സത്യമാണ്. ലോകത്തിലെ ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ഭോഷത്വം അതിനെ തെരഞ്ഞെടുത്തു.